എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ലാഭത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതല്ല, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് തന്നെ എപ്പോഴും നിൽക്കുന്നത്. നിരവധിയായ കേസുകൾ സ്റ്റേറ്റ് പോലീസിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ED വെച്ചുകൊണ്ടുള്ള എന്താ പറയുക ഹറാസ്മെൻറ്റ്സ്, ഇതൊക്കെ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ലാഭം കിട്ടണമെങ്കിൽ എനിക്ക് അവിടെ തന്നെ നിന്നാൽ മതി. അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ വസ്തുത. ഈ പോരാട്ടത്തിൽ എന്ത് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ, അതിൽ നമ്മൾ എന്ത് റോഡ് സ്വീകരിക്കണമെന്ന് UDF പറഞ്ഞ എന്താണോ പറയുന്നത് അത് അംഗീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു ഡിമാൻഡില്ല. ഒരു സീറ്റ് പോലും ആവശ്യപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക ഒഫീഷ്യൽ ചർച്ചയിലേക്കും നമ്മൾ കടന്നിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് തന്നെ കോൺഗ്രസ് താങ്കളുടെ പാർട്ടിയെ അസോസിയേറ്റ് മെമ്പറാക്കാമെന്നൊരു ആവശ്യമൊക്കെ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷെ അങ്ങനെ തള്ളുന്ന സമീപനമാണ് അന്ന് എടുത്തിരുന്നത്. പിന്നീട് കുറെ ചർച്ചകൾ നടന്നു. പക്ഷെ അത് പിന്നീട് സതീശനും താങ്കളൊക്കെ ഒരു മുടക്കവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ അസോസിയേറ്റ് മെമ്പറാക്കാം, ഇതിന്റെ ഭാഗമാകാം എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? അല്ല, എനിക്ക് അന്നും അസോസിയേറ്റ് മെമ്പർ ആകുന്നതിലായിരുന്നില്ല എതിർപ്പ്. അവിടെ അന്ന് ഞാൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളൊക്കെ രാഷ്ട്രീയം പഠിച്ചവരാണല്ലോ, സ്വാഭാവികമായിട്ടും സ്വരാജ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാവും. സ്വരാജ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാവും. ഞാൻ പറഞ്ഞ പിണറായി സമയം എവിടെ? ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എവിടെ? ഞാൻ രാജിവെച്ച് ഇറങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പിണറായിസത്തിൻ്റെ പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും. 30,000 തൊട്ട് 40,000 വോട്ടിന് അവിടെ പിണറായിസത്തെ നമ്മൾ പരാജയപ്പെടുത്തുന്നല്ലോ പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചില്ലേ? 19,800, 20,000 വോട്ട് എനിക്ക്, 13,000 വോട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥി, 33,000 വോട്ടാണ് അവിടെ വന്നത് പിണറായിക്കെതിരെ. അത് അന്ന് ഞാൻ മത്സരിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിൽ അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും. അതായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. അതിനെ മറികടക്കാൻ അത് അന്ന് അങ്ങനെ ഒരു റിസ്ക് എടുത്തൊരു തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം അവസാനിച്ചില്ലേ? ബോധ്യപ്പെട്ടല്ലോ പല ലീഡർഷിപ്പിനും നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത്. അത്രയേ ഉള്ളൂ അതിൽ. അന്ന് UDFിൻ്റെ ഒരാൾക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവിടുത്തെ എന്തായിരുന്നു UDFിൻ്റെയും LDFിൻ്റെയും കണക്ക്? ഞാൻ 3,000 വോട്ട് പിടിക്കും, 5,000 വോട്ട് പിടിക്കുന്നുള്ളേ. ഇതായിരുന്നല്ല കണക്ക്. വോട്ട് വന്നപ്പോൾ എങ്ങനെയാണ്? എനിക്കറിയാം, ഞാൻ 9 കൊല്ലം നിന്ന നാടാണ്. അവിടുത്തെ മനുഷ്യരെ എനിക്കറിയാം, അവരുടെ മാനസികാവസ്ഥ അറിയാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ആ വോട്ടിനെ ഒറ്റയടിക്ക് UDFിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം അതായിരുന്നു അവിടുത്തെ പ്രത്യേക സാഹചര്യം. ആ സാഹചര്യത്തിൽ ആ വോട്ട് തിരിച്ച് LDFിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഞാൻ മത്സരിക്കുക എന്നതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ലേ സംഭവിച്ചത്. സാഹചര്യം മാറിയല്ലോ. ഇത് നിലമ്പൂരല്ലോ, ഇത് കേരളമല്ലേ. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായിരുന്നു താങ്കളോട് കുറെ കൂടെ ആ രീതിയിൽ സമീപനം ഉണ്ടായിരുന്നു, UDFിലേക്ക് വരണമെന്നുള്ള രീതി. ഇപ്പോഴും അതിന് നേതൃത്വം കൊടുത്തതൊക്കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. എല്ലാവരും ഉണ്ട്. UDFിൻ്റെ എല്ലാ ലീഡർഷിപ്പും, കോൺഗ്രസ് ലീഡേഴ്സും ലീഗ് ലീഡർഷിപ്പിലും ഒന്നൊക്കെ എല്ലാവരും ഒരേ അഭിപ്രായത്തിലാണ്. അല്ല, UDF ഇപ്പോൾ കുഴപ്പമില്ലാതെയാണല്ലോ ഇപ്പോൾ, നല്ല രീതിയിൽ പോകുന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ ജാഥയോട് കൂടിയിട്ട് ഇത് ഒന്നുകൂടി എനർജൈസ് ചെയ്യും. LDF ഓരോ ഭാഗത്തുനിന്ന് വീക്കായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിസ്മയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചില പാർട്ടികൾ UDFിലേക്ക് തിരിച്ചു വരാനുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി നടന്നുകൊണ്ട് CPM ഒറ്റപ്പെടില്ലേ? നിങ്ങൾ നോക്കിയത് ഇങ്ങനെ ഒറ്റപ്പെട്ട് അവസാനം പോയിട്ട് എന്താ പറയുക, പിണറായിയും മരുമകനും മാത്രമാകുന്ന ഒരു സ്കെൽട്ടൻ ഐലൻഡായിട്ടത് മാറും. അവിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനധികം സമയമൊന്നുമില്ല. കാരണം ഒരു സമൂഹത്തെ അടിച്ചമർത്തി എന്താ പറയുക ചവിട്ടി ഞെരിച്ച് അതിൻ്റെ മുകളിൽ കയറി തൻപ്രമാണിത്വം പറയുന്ന ഒരു രാഷ്ട്രീയം ഒരു സ്ഥലത്തും നടക്കില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കില്ല. ഏകാധിപത്യ പ്രവണത, സ്വേച്ഛാധിപത്യ മനോഭാവം, ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള ധിക്കാരപൂർവ്വം, ഇതൊരു കുടുംബമാണ് നടത്തുന്നത്, ഒരു പാർട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനെതിരെയുള്ള തിരിച്ചടി 100 അല്ല 200% തെരഞ്ഞെടുപ്പിലുണ്ടാവും.